ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് ഹംഗ്രി നൈറ്റ്. അപ്പോൾ നമ്മൾ പോയിൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഓരോ സെൻറ്റൻസും പഠിക്കും. അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ലിയോയ്ക്ക് വളരെ വിശപ്പ് തോന്നി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ രാത്രി എന്ന് വെച്ചാൽ എന്താ? നൈറ്റ്. ഉറങ്ങുക, സ്ലീപ്പ്. വിശപ്പ്, വളരെ വിശപ്പ്. വളരെ എന്ന് വെച്ചാൽ വെരി. വിശക്കുക എന്ന് വെച്ചാൽ എന്താ? ഹംഗ്രി. അപ്പോൾ തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പോൾ ഇവിടെ തോന്നി എന്നാണ് കാര്യം. ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ലിയോയ്ക്ക് വളരെ വിശപ്പ് തോന്നി. അപ്പം കഴിഞ്ഞു പോയൊരു കാര്യം ആയതുകൊണ്ടാണ് ഇവിടെ തോന്നി എന്നെഴുതുന്നത്. അപ്പം നമ്മൾ തോന്നുക എന്ന് വെച്ചാൽ ഫീലാണ്. അപ്പം നമ്മൾ ഫീലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അറ്റ് നൈറ്റ് രാത്രിയിൽ. അറ്റ് നൈറ്റ് ലിയോ അപ്പം തോന്നി. അപ്പോൾ തോന്നുക എന്ന് വെച്ചാൽ ഫീൽ. തോന്നി എന്ന് വെച്ചാൽ എന്താ? അപ്പം ഫീലിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഫീലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെൽറ്റ്. അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വളരെ വിശപ്പ്. അപ്പോൾ വളരേക്ക് നമ്മൾ വെരി എന്ന് എഴുതാം. അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വെരി. വിശപ്പിന് എന്താ നമ്മൾ എഴുതുന്നത്? ഹംഗ്രി. അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വെരി ഹംഗ്രി. എപ്പോഴാ? രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് നല്ല വിശപ്പ് തോന്നിയത്. അപ്പം അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വെരി ഹംഗ്രി വെൻ ഹീ. ഉറങ്ങാൻ കിടന്നപ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താ എഴുതാൻ പോണത്? വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ്. നമുക്കിത് പല രീതിയിൽ എഴുതാം. ഞാൻ ഇവിടെ വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ് എന്ന് എഴുതാൻ കാരണം കറക്റ്റ് ആ ഒരു മീനിങ്ങിൽ എഴുതുന്നുള്ളൂ. ഉറങ്ങാൻ കിടന്നപ്പോൾ. അപ്പോൾ ആ ഒരു മീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ് എന്ന് എഴുതി. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേറെ ഇതിലും എഴുതാം. എങ്ങനെ എഴുതാം? വെൻ ഐ വെൻ ടു ബെഡ് ടു സ്ലീപ്പ് എന്ന് പറയാം. പിന്നെ അതുകൂടെ വെൻ ഐ വെൻ ടു ബെഡ് അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വെരി ഹംഗ്രി വെൻ ഹീ വെൻ ടു ബെഡ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം വെൻ ഹീ വെൻ ടു ബെഡ് ടു സ്ലീപ്പ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ്. കാര്യം ഞാനിവിടെ വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ് എന്ന് എഴുതാൻ കാരണം ഞാൻ ജസ്റ്റ് ഉറങ്ങാൻ കിടന്നപ്പോൾ അതേ ഒരു രീതിയിൽ ഞാൻ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. ഞാനിവിടെ എഴുതുന്നത് ഈ ഒരു സെൻറ്റൻസിലാണ്. ജസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലായാൽ മതി എങ്ങനെ എവിടെയൊക്കെ ചേഞ്ചസ് വരുത്തിയെന്ന്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ലിയോയ്ക്ക് വളരെ വിശപ്പ് തോന്നി. അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വെരി ഹംഗ്രി വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ്. അറ്റ് നൈറ്റ് നമുക്ക് ഒന്നിച്ച് പറയാം നോക്കാം. അറ്റ് നൈറ്റ് ലിയോ ഫെൽറ്റ് വെരി ഹംഗ്രി വെൻ ഹീ ലേ ഡൗൺ ടു സ്ലീപ്പ്. അപ്പം ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ഫീലിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ഫെൽട്ടാക്കി. വേറെ ഒരു ചേഞ്ചസ് വരത്തില്ല. ആ ഫെൽട്ടായി കഴിഞ്ഞപ്പോഴേ ഇതൊരു പാസ്റ്റ് ഫോം ആയി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒറ്റ ചേഞ്ചസേ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. ഈ കഥയുടെ നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൻ പെതിയെ അടുക്കളയിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഹി പെതിയെ എന്നുള്ളത് നമുക്ക് ക്വയറ്റ്ലി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ലോലി. പെതിയെ പോയി. അടുക്കളയ്ക്ക് കിച്ചൺ എന്ന് പറയാം. അപ്പോൾ പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നായതുകൊണ്ട് നമുക്ക് ഗോയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്കിവിടെ എഴുതാം. അപ്പം അവൻ പെതിയെ അടുക്കളയിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഹീ. അപ്പം പോകുക എന്ന് വെച്ചാൽ ഗോ. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റ് ആണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഹീ വെൻറ്റ്. എങ്ങോട്ടാണ് പോയത്? ഹീ വെൻറ്റ് ടു ദ കിച്ചൺ. പെതിയെ. അപ്പോൾ പെതിയേക്ക് വേണ്ടി നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ക്വയറ്റ്ലി എന്നാണ്. പെതിയെ. അപ്പോൾ ഹി വെൻറ്റ് ടു ദ കിച്ചൺ ക്വയറ്റ്ലി. അവൻ പെതിയെ അടുക്കളയിലേക്ക് പോയി. അപ്പം ഈ ഗോയ്ക്ക് എത്ര ഫോംസ് ഉണ്ട്? ഗോയ്ക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. അതും കൂടെ ഞാനിവിടെ എഴുതിയേക്കാം. അത് ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻറ്റ് ഗോൺ ആണ് ഗോയുടെ 3 ഫോംസ്. അപ്പം നമ്മളിവിടെ എഴുതിയത് സെക്കൻഡ് ഫോമാണ് വെൻറ്റ്. അപ്പം ഹീ വെൻറ്റ് ആണ് ഇവിടെ എഴുതിയത് കേട്ടോ. അപ്പം ഹീ വെൻറ്റ് ടു ദ കിച്ചൺ ക്വയറ്റ്ലി. അവൻ പതിയെ അടുക്കളയിലേക്ക് പോയി. ഹീ വെൻറ്റ് ടു ദ കിച്ചൺ ക്വയറ്റ്ലി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൻ പതുക്കെ ഫ്രിഡ്ജ് തുറന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹി
അപ്പോൾ പതുക്കെ എന്നുള്ളത് നമുക്കിവിടെ സ്ലോലി എന്ന് എഴുതാം, സ്ലോലി. അപ്പം തുറക്കുക, തുറക്കുക എന്ന് വെച്ചാൽ എന്താ, ഓപ്പൺ. അപ്പോൾ ഇവിടെ തുറന്നു എന്നാണ്, കാര്യം ഓൾറെഡി തുറന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ഓപ്പണിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അവൻ പതുക്കെ ഫ്രിഡ്ജ് തുറന്നു. നമുക്ക് എങ്ങനെ എഴുതാം, ഹീ നമ്മൾ ഓപ്പൺ എന്നാണ് എഴുതുന്നത്. തുറക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ ആണ്. അപ്പം നമ്മൾ ഓപ്പണിനെ എങ്ങനെ പാസ്റ്റ് ഫോം ആക്കണേ, ഓപ്പണിൻ്റെ കൂടെ നമ്മൾ ED യൂസ് ചെയ്യും. ഓപ്പൺ, ഹി ഓപ്പൺ ദ ഫ്രിഡ്ജ്, ഹി ഓപ്പൺ ദ ഫ്രിഡ്ജ്. പതുക്കെ, അപ്പോൾ പതുക്കെ എന്നുള്ളതിന് നമുക്ക് സ്ലോലി എന്ന് എഴുതാം. ഹി ഓപ്പൺ ദ ഫ്രിഡ്ജ് സ്ലോലി. അവൻ പതുക്കെ ഫ്രിഡ്ജ് തുറന്നു. ഹി ഓപ്പൺ ദ ഫ്രിഡ്ജ് സ്ലോലി. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഓൾറെഡി തുറന്ന് കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ എന്ത് ഓപ്പണെ നമ്മൾ എങ്ങനെയാണ് പാസ്റ്റ് ഫോം ആക്കി, ഓപ്പണെ നമ്മൾ ED ആഡ് ചെയ്തിട്ട് ഓപ്പൺഡ് എന്നാക്കി. അപ്പം അതൊരു പാസ്റ്റ് ഫോമായി. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പം അവൻ പതുക്കെ ഫ്രിഡ്ജ് തുറന്നു. ഹി ഓപ്പൺ ദ ഫ്രിഡ്ജ് സ്ലോലി, ഹി ഓപ്പൺ ദ ഫ്രിഡ്ജ് സ്ലോലി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഫ്രിഡ്ജിൻ്റെ ലൈറ്റ്, നെക്സ്റ്റ് പോയിന്റ്, ഫ്രിഡ്ജിൻ്റെ ലൈറ്റ് ഓൺ ആയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ദ ഫ്രിഡ്ജ് ലൈറ്റ് ടേൺഡ് ഓൺ. അപ്പം ഓൺ ആയി, അപ്പം നമുക്ക് ടേൺഡ് ഓൺ എഴുതാം. ദ ഫ്രിഡ്ജ് ലൈറ്റ് ടേൺഡ് ഓൺ. അപ്പോൾ ടേണിൻ്റെ സ്പെല്ലിംഗ് എന്തോ, TURNED. ദ ഫ്രിഡ്ജ് ലൈറ്റ് ടേൺഡ് ഓൺ. ഫ്രിഡ്ജിൻ്റെ ലൈറ്റ് ഓൺ ആയി. ദ ഫ്രിഡ്ജ് ലൈറ്റ് ടേൺഡ് ഓൺ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ പിറകിൽ ആരോ നടക്കുന്നത് പോലെ അവന് തോന്നി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അവൻ, ഹി. പിറകിൽ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ബിഹൈൻഡ്. ആരോ എന്ന് വെച്ചാൽ സമ്മൺ, നമുക്ക് പറയാം സമ്മൺ. നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, വാക്ക്. നടക്കുന്നത് പോലെ അവന് തോന്നി. അപ്പോൾ തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഫീൽ. ഇവിടെ തോന്നി എന്നാണ്, അപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോമിലാക്കി എഴുതാം. അവൻ്റെ പിറകിൽ ആരോ നടക്കുന്നത് പോലെ അവന് തോന്നി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഹീ. അപ്പം തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പം നമ്മൾ ഇവിടെ തോന്നി എന്നാണ്, അപ്പം നമ്മൾ ഫീലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഫീലിൻ്റെ പാസ്റ്റ് ഫോം ഫെൽറ്റാണ് ഞാനിവിടെ എഴുതാൻ പോണത്. ഹീ ഫെൽറ്റ്, എന്താണ് തോന്നിയത്, ഹീ ഫെൽറ്റ് ലൈക്ക് സമ്മൺ, ആരോ. സമ്മൺ, SOMMONE, സമ്മൺ. ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ്. അപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ്. അപ്പം നമ്മൾ ഈ വാക്കിൻ്റെ കൂടെ ING കൂടെ ആഡ് ചെയ്യുന്നു. ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ് വാക്കിംഗ്. പുറകിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക, ബിഹൈൻഡ്. അപ്പം ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹിം. അവൻ്റെ പുറകിൽ അവന് തോന്നി ആരോ അവൻ്റെ പുറകിൽ നടക്കുന്നത് പോലെ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹിം. അവൻ്റെ പിറകിൽ ആരോ നടക്കുന്നത് പോലെ അവന് തോന്നി. ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹിം. അപ്പം ഇവിടെ നമ്മൾ ഫീലിനെ പാസ്റ്റ് ഫോം ആക്കി ഫെൽറ്റാക്കി. ഫീലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെൽറ്റ്. പിന്നെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തി, പിന്നെ ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ് വാക്കിംഗ്. ഈ വാസ് യൂസ് ചെയ്യാൻ കാരണം എന്താ, വാസും വേറെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കണേ, ഒരു കഴിഞ്ഞുപോയ ഒരു കാര്യത്തിലാണ് നമ്മൾ വാസ് യൂസ് ചെയ്യണത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ ഈ വാസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പാസ്റ്റ് ഫോമാണ്, അതും നമ്മൾ പഠിച്ചതാണ്. ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. ഈസ് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എഴുതുമ്പോഴല്ലേ നമ്മൾ ഈസ് എഴുതുന്നത്. അപ്പോൾ ഷീ ഈസ് ഗോയിങ്, അപ്പോൾ നമ്മൾ ഈസ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പോവുകയാണ്, ഷീ ഈസ് ഗോയിങ്. അപ്പം അവൾ പോയായിരുന്നു, അപ്പം നമ്മൾ ഷീ വാസ് നമ്മൾ ഷീ വാസ് എഴുത്തില്ലേ, അപ്പം കഴിഞ്ഞു പോയൊരു കാര്യത്തിൽ നമ്മുടെ വാസാണ് എഴുതുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ വാസാക്കി എന്താ, കഴിഞ്ഞു പോയ അവൻ്റെ പിറകിൽ ആരോ നടക്കുന്ന പോലെ അവന് തോന്നി, ഓൾറെഡി തോന്നി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വാസ് എഴുതിയത്. പിന്നെന്താ, ഹി ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹിം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നെക്സ്റ്റ് പോയിന്റ്, അവൻ പെട്ടെന്ന് പേടിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ, ഹി. പെട്ടെന്ന്, സഡൻലി. പേടിക്കാക്ക് നമുക്കിവിടെ സ്കെയർ എന്ന് എഴുതാം. അപ്പം പേടിച്ചു എന്നാണ്, അപ്പം നമ്മൾ സ്കെയറിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ പെട്ടെന്ന് പേടിച്ചു. അപ്പം നമുക്ക് എഴുതാം, ഹീ സഡൻലി
സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന്. ഹീ സഡൻലി. അപ്പം പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ, സ്കെയർ. അപ്പം നമ്മൾ സ്കെയറിനെ ടോട്ടലി നമ്മൾ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. പേടിക്കുക, സ്കെയർ. ഇപ്പോൾ ഇവിടെ പേടിച്ചു എന്നാണ് നമ്മൾ ഹീ സഡൻലി ഗോട്ട് സ്കേഡ്. SCARED നമ്മൾ യൂസ് ചെയ്തു. സ്കേഡ് ഇവിടെ ED ആക്കി. പിന്നെ ഹീ സഡൻലി ഗോട്ട് സ്കേഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാസ്റ്റ് ഫോം ആക്കി കഴിഞ്ഞു. അവൻ പെട്ടെന്ന് പേടിച്ചു. ഹീ സഡൻലി ഗോട്ട് സ്കേഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ ഭയത്തോടെ തിരിഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പം അവൻ, ഹീ, ഭയം എന്നുള്ളത് നമുക്കിവിടെ ഫിയർ എന്ന് എഴുതാം. തിരിയുക എന്ന് വെച്ചാൽ എന്താ, ടേൺ. അപ്പോൾ ഇവിടെ തിരിഞ്ഞു എന്നാണ്. അപ്പം അവൻ ഭയത്തോടെ തിരിഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹീ ടേൺഡ്. നമ്മൾ ടേണെ നമ്മൾ ടേൺഡ് ആക്കി, പാസ്റ്റ് ഫോം ആക്കി. ഹീ ടേൺഡ് ബാക്ക് ഇൻ ഫിയർ. അവൻ ഭയത്തോടെ തിരിഞ്ഞു. ഹീ ടേൺഡ് ബാക്ക് ഇൻ ഫിയർ. അവൻ ഭയത്തോടെ തിരിഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഒന്നിച്ച് പറയാം. അവൻ ഭയത്തോടെ തിരിഞ്ഞു. ഹീ ടേൺഡ് ബാക്ക് ഇൻ ഫിയർ. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അത് അവൻ്റെ അമ്മയായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. ആയിരുന്നു എന്നുള്ളതിന് അപ്പം അത്, ഇറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് വാസ് അവൻ്റെ അമ്മ. അപ്പം ഇറ്റ് വാസ് ഹിസ് മോം. നമുക്കിവിടെ മോം എന്ന് എഴുതാം. ഇറ്റ് വാസ് ഹിസ് മോം, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഹിസ് മദർ. നമ്മൾ മദർ എന്നുള്ളതിനേക്കാളും നമ്മൾ സിമ്പിളായിട്ട് പറയാനല്ലേ മോം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മോം എഴുതിയത്. അത് അവൻ്റെ അമ്മയായിരുന്നു. ഇറ്റ് വാസ് ഹിസ് മോം. അപ്പം ഇവിടെ ആയിരുന്നു എന്ന് വരാൻ വേണ്ടിയിട്ടാണ് വാസ് യൂസ് ചെയ്ത്. നമുക്കറിയാം വാസും വേറെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ട് നമ്മൾ വേറെ എഴുതിയില്ല, കാര്യം ഇവിടെ സബ്ജക്റ്റ് എപ്പോഴും നമ്മൾ നോക്കണം. സബ്ജക്റ്റ് അപ്പം സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വാസാണ് എഴുതുന്നത്. ഹീ, ഷീ, ഇറ്റ്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ ദേ അല്ലെങ്കിൽ വി ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. വാസ് ഓർ വേറാണ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിന് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പം ജസ്റ്റ് ഞാനിത് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് അവൻ്റെ അമ്മയായിരുന്നു. ഇറ്റ് വാസ് ഹീസ് മോം. നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ അമ്മയും വിശന്നപ്പോൾ കഴിക്കാൻ വന്നതായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. അവൻ്റെ അമ്മ, ഹിസ് മദർ. വിശക്കുക എന്ന് വെച്ചാൽ എന്താ, ഹംഗ്രി. കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈറ്റ്. വന്നത്, വരിക എന്ന് വെച്ചാൽ എന്താ, കം. അപ്പോൾ ഇവിടെ വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ കമ്മിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം അവൻ്റെ അമ്മയും വിശന്നപ്പോൾ കഴിക്കാൻ വന്നതായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹിസ് മദർ ഓൾസോ. നമ്മളിവിടെ ഓൾസോ യൂസ് ചെയ്തു. കാര്യം അവൻ്റെ അമ്മയും അതിനാ വന്നത്, അവനും അതിനായിരുന്നു വന്നത് കഴിക്കാൻ. അതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ വന്നുകൊണ്ട് ആണ് നമ്മൾ ഓൾസോ യൂസ് ചെയ്യുന്നത്. ഹിസ് മദർ ഓൾസോ. അപ്പം വരിക എന്ന് വെച്ചാൽ എന്താ, കം. അപ്പം ഇവിടെ വന്നതായിരുന്നു എന്നുള്ളതിന് നമുക്ക് കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം, കെയിം. ഹിസ് മദർ ഓൾസോ കെയിം ടു. എന്തിനാ വന്നത്, കെയിം ടു ഈറ്റ്. കഴിക്കാൻ. കെയിം ടു ഈറ്റ്. വിശന്നപ്പോൾ, വെൻ. അവൻ്റെ അമ്മയും വിശന്നപ്പോൾ. അപ്പം വെൻ ഷീ വാസ് ഹംഗ്രി. വിശന്നപ്പോൾ, വെൻ ഷീ വാസ് ഹംഗ്രി. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം, ഒന്നിങ്ങനെ വായിച്ച് നോക്കാം. ഹിസ് മദർ ഓൾസോ കെയിം ടു ഈറ്റ് വെൻ ഷീ വാസ് ഹംഗ്രി. ഹിസ് മദർ ഓൾസോ കെയിം ടു ഈറ്റ് വെൻ ഷീ വാസ് ഹംഗ്രി. അവൻ്റെ അമ്മയും വിശന്നപ്പോൾ കഴിക്കാൻ വന്നതായിരുന്നു. ഹിസ് മദർ ഓൾസോ കെയിം ടു ഈറ്റ് വെൻ ഷീ വാസ് ഹംഗ്രി. അപ്പം നിങ്ങൾക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ അവൻ്റെ അമ്മയും വിശന്നപ്പോൾ കഴിക്കാൻ വന്നതായിരുന്നു. ഹിസ് മദർ ഓൾസോ കെയിം ടു ഈറ്റ് വെൻ ഷീ വാസ് ഹംഗ്രി. അപ്പം ഇവിടെ ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തത്, വാസ് യൂസ് ചെയ്തു. ആയിരുന്നു. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ കമ്മിനെ പാസ്റ്റ് ഫോം ആക്കി, കെയിം ആക്കി. അപ്പോൾ ഈ ചേഞ്ചസാണ് ഇവിടെ വരുത്തിയേക്കണത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഈ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണിത്. അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ഉറക്കി ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അവർ എന്ന് വെച്ചാൽ ദേ. അപ്പം രണ്ട് പേരും. അപ്പം നമുക്ക് ദേ ബോത്ത് എന്നും പറയാം. അത് കൂടാതെ നമുക്ക് ബോത്ത് ഓഫ് ദം എന്നും പറയാം. അപ്പം
എന്താ പരസ്പരം നോക്കിയിട്ട്, പരസ്പരം നോക്കുക എന്ന് വെച്ചാൽ എന്താ, ലുക്ക് അറ്റ് ഈച്ച് അതർ, നമ്മൾ പറയില്ലേ ലുക്ക് അറ്റ് ഈച്ച് അതർ. അപ്പം പരസ്പരം നോക്കുക, പക്ഷേ ഇവിടെ പരസ്പരം നോക്കി എന്നാണ്. അപ്പം നമ്മൾ അതിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം നമ്മൾ ലുക്കിനെ നമ്മൾ ED യൂസ് ചെയ്തിട്ട് നമ്മൾ ലുക്ക്ഡ് ആക്കി, ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അപ്പം ലുക്കിനെ പാസ്റ്റ് ഫോം ആക്കി. ആൻഡ് ലാഫ്ഡ് ലൗഡ്ലി. അപ്പം ഇവിടെ ചിരിക്കുക എന്ന് വെച്ചാൽ എന്താ, ലാഫ്. അപ്പോൾ ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പം നമ്മുടെ ലാഫിനെയും പാസ്റ്റ് ഫോം ആക്കി, ED യൂസ് ചെയ്തിട്ട് ലാഫ്ഡ് ആക്കി. ആൻഡ് ലാഫ്ഡ് ലൗഡ്ലി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് ലാഫ്ഡ് ലൗഡ്ലി. അവർ 2 പേരും പരസ്പരം നോക്കിയിട്ട് ഉറക്കെ ചിരിച്ചു. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് ലാഫ്ഡ് ലൗഡ്ലി. അപ്പം ഇതാണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ, കഥ മാത്രമല്ല ഞാൻ ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.